എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ വളരെയധികം നമ്മൾ നാടകങ്ങളൊക്കെ കാണുമ്പോൾ രംഗപടം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. ആ പടങ്ങളുടെ പുറകിലെ ചിത്രകാരനെയാണ് ഇന്ന് ഒരു 10-40 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് നാടകത്തെക്കുറിച്ചും രംഗപടങ്ങളെക്കുറിച്ചും ചോദിച്ചറിയാം. എന്ന് തൊട്ടാണ് ചിത്രം തുടങ്ങിയത്? ഞാൻ 1967 മുതൽ ഈ മേഖലയിൽ പ്രവേശിച്ചയാൾ. 67 എൻ്റെ അച്ഛനാണ് അതിന് കാരണക്കാരൻ. അച്ഛൻ ഈ KPSC ഒക്കെ 51 തുടങ്ങുന്ന കാലം മുതൽ അതുമായിട്ട് സഹകരിച്ച് അതിൻ്റെ രംഗപടങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നതാണ്. ആർട്ടിസ്റ്റ് കേശവൻ ആയിരുന്നു അച്ഛൻ്റെ പേര്. അപ്പം എൻ്റെ ബാല്യകാലം തൊട്ട് വീട്ടിൽ ഈ തെങ്ങിലും കമുകിലും ഒക്കെ വലിയ ക്യാൻവാസ് വലിച്ചു കെട്ടി അച്ഛൻ പെയിന്റ് ചെയ്യുന്നത് കണ്ടാണ് എൻ്റെ ഒരു വളർച്ച തന്നെ. അങ്ങനെയാണ് ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സായപ്പോൾ SSLC കഴിഞ്ഞ് മറ്റ് പഠനകാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അന്വേഷണത്തിൽ നടക്കുന്ന സമയത്താണ് അച്ഛൻ എന്നെ നിർബന്ധിച്ച് ഇതിലേക്ക്, അച്ഛൻ്റെ താല്പര്യം, ഞാൻ അത്ര വലിയ താല്പര്യമല്ലായിരുന്നു, അത്ര വലിയ കഴിവുള്ള ആളുമല്ല, പ്രകടിപ്പിച്ചിട്ടുള്ള ഈ ചെറുപ്പത്തിലൊന്നും ചിത്രരചനയൊന്നും അത്ര വലിയ ഒന്നും ചെയ്തിട്ടുള്ള ആളില്ല. പക്ഷെ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛന് ശേഷം ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ വളരെ ബോധപൂർവം അച്ഛൻ എന്നെ അതിലേക്ക് ഇടപെടുത്തുകയാണ്. അത് 67 മുതൽ ഞാൻ അച്ഛനോടൊപ്പം കേരളത്തിലെ അന്നത്തെ പ്രൊഫഷണൽ അറിയപ്പെടുന്ന അന്നത്തെ നമ്മളെ പോയകാല നാടകാചാര്യന്മാരുടെ സമിതികൾക്കെല്ലാം അച്ഛനോടൊപ്പം അവരുടെ ക്യാമ്പുകളിലേക്കുള്ള യാത്ര തുടങ്ങി 67. അന്നത്തെ കാലഘട്ടത്തില്, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഏത് പ്രൊഫഷൻ, അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പള്ളികളിലെ, അമ്പലങ്ങളിലെ എല്ലായിടത്തും ഉത്സവങ്ങൾ വന്നു കഴിഞ്ഞാൽ നാടകമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നു. ബാലയും ഉണ്ടായിരുന്നു. അപ്പോൾ ബാലയിലും ഉണ്ട്. അതെ. അപ്പോൾ കാണുമ്പോൾ എല്ലായിടത്തും ഈ അനൗൺസ്മെന്റ് വരുമ്പോൾ രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്നത് ചെവിയിൽ ഇന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജീവനുള്ള ആ ചിത്രങ്ങളുടെ പുറകിലെ എന്തായിരുന്നു യഥാർത്ഥ മാജിക്? അത് ഈ മലയാളം നമ്മുടെ പ്രൊഫഷണൽ നാടകവേദിയിലാണ് ഏറ്റവും കൂടുതൽ ഞാനും അച്ഛനും പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം അന്ന് അതാണ് നമ്മളെ ഒരു മുഖ്യധാര നാടകവേദി. സാധാരണ ജനങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നാടക അവതരണം. നമ്മളെ ഇപ്പോഴത്തെ ഈ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കപ്പെടുന്ന പോലുള്ള ദുരൂഹതകളോ വലിയ ബുദ്ധിപരമായ ആയാസങ്ങളോ ഒന്നും ഇല്ലാതെ നാടകം അനുഭവിക്കാം. അപ്പോൾ ആ പ്രൊഫഷണൽ നാടകവേദിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ സബ്ജക്റ്റുകളാണ് കൂടുതലും നാടകമാക്കുന്നത്. അന്നത്തെ കാര്യപ്രസക്തിയുള്ള അപ്പൊ അതിന് വളരെ യാഥാർത്ഥ്യബോധമുള്ള രംഗ പശ്ചാത്തലങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. അതുവരെ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ കരുണയം അതുപോലുള്ള പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതുപോലെ നിരന്തരം കളിച്ചുകൊണ്ടിരുന്ന നാടകങ്ങൾ അതിനു മുമ്പ് നമുക്കുണ്ടായിട്ടുണ്ട്, 1940 തൊട്ടൊക്കെ. പക്ഷെ അന്നേരമൊക്കെ അത്തരം നാടകങ്ങൾക്കൊക്കെ മിക്കവാറും ഒരുമാതിരി പുരാണ കഥകളോ അല്ലെങ്കിൽ ചരിത്രങ്ങളോ ഒക്കെ ആകുമ്പോൾ അതിനുണ്ടായിരുന്ന രംഗപടങ്ങളും അത്തരം കൃത്രിമമായ ഇപ്പൊ കൊട്ടാരം, പൂന്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നാടകവുമായിട്ട് വലിയ ബന്ധമില്ലാതെ ഒരു പിന്നിൽ കുറച്ച് കർട്ടനുകൾ മാത്രം, അത് ആ നാടകത്തിന്റെ ഈ പൊതു ധാരയിൽ അങ്ങനെ ഒരു ഇതിലാ പോകുന്നത്. ഇപ്പൊ ഒരു രാജാവിന്റെ ഒരു പാട്ട് വരുമ്പോ രാജകൊട്ടാരം വരും, വിദൂഷകം വരുമ്പോ ഒരു തെരുവ് വരും, പാട്ടുസീൻ വരുമ്പോ ഒരു പൂന്തോട്ടം വരും. ഇത് ഈ ഒരു കോമൺ ആയ ഒരു പാറ്റേണിലായി വന്നിട്ടുണ്ട്. അത് മാറിയിട്ടാണ് നമ്മളെ നാടകത്തിന്റെ വിഷയങ്ങൾ സ്വീകരിച്ച് സോഷ്യൽ സബ്ജക്റ്റുകൾ കടന്നു വരികയും വളരെ യാഥാർത്ഥ്യബോധമുള്ള കഥകളിലേക്കും യാഥാർത്ഥ്യബോധമുള്ള അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ കുടുംബ ബന്ധങ്ങളെയൊക്കെ ചിത്രീകരിക്കാൻ നാടകങ്ങൾ വന്നപ്പോൾ അതിനനുയോജ്യമായ രംഗപശ്ചാത്തലവും മാറേണ്ടി വന്നു. അതിൻ്റെ ആദ്യത്തെ തുടക്കാരൻ എന്നുള്ള രീതിയിലാണ് എൻ്റെ അച്ഛൻ അതിനകത്ത് ഇടപെട്ടിരുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ച അതുവരെ കണ്ടിടുന്ന പ്രേക്ഷകന്റെ മനസ്സിലുള്ള വളരെ കളർഫുള്ളായ കൊട്ടാരങ്ങൾ, അത്തരം ആർഭാടങ്ങളുള്ള സീൻസ് കണ്ടിരുന്ന ആ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള അല്ലെങ്കിൽ അതുപോലെ പ്രസക്തമായ നാടകങ്ങൾ വന്നപ്പോൾ പ്രകൃതിയുടെ ഒരു പച്ചയായ ആവിഷ്കരണം ഈ രംഗപടത്തിലും വന്നത്. അപ്പൊ അത് നാടകവുമായിട്ടൊരു വലിയ ആത്മബന്ധം അതിനുണ്ടായി. അതുകൊണ്ടാണ് അത് കാണുന്ന പ്രേക്ഷകൻ ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ ഇപ്പോഴും ആ വിഷ്വൽസ് നമ്മളെ മനസ്സിൽ പതിഞ്ഞെങ്കിൽ അതിന്റെ പ്രധാന കാരണം നാടകവുമായിട്ട് അതിനേറെ ബന്ധപ്പെട്ട ചിത്രീകരണങ്ങളായിരുന്നു.
ഓക്കെ. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള രംഗപശ്ചാത്തലങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് അച്ഛനും ഞാനും ഈ മേഖലയിൽ ചെയ്ത ഒരു കാതലായ മാറ്റം. അത് ചെറുതല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നൊരു നാടകം കണ്ടു വളർന്നിട്ടുള്ള ഏതൊരു മലയാളിയുടെ മനസ്സിലും ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്ന ഒരു പേര് മറക്കില്ലെന്നുള്ളതാണ് വാസ്തവം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു മലയാളി പോലും ഉണ്ടാവില്ല ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് കേൾക്കാത്തതോ അല്ലെങ്കിൽ അദ്ദേഹം വരച്ച പടങ്ങൾ മനസ്സിൽ പതിയാത്തതോ ആയിട്ട്. പിന്നെ എപ്പോഴാണ് ഈ നാടകത്തിന്റെ ഇങ്ങനെയുള്ള ഒരു ഇത് നമുക്കിടെ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവാൻ തുടങ്ങിയത്? അല്ല, പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ നാടകത്തിന്റെ രീതി മാറി, സ്വഭാവത്തിന്റെ അവതരണത്തിന്റെ എന്ത് വിധത്തിൽ? ഇപ്പൊ വന്ന് പണ്ടത്തെ നമ്മളെ ഈ പറയുന്ന നമ്മളെ പോയകാലം നാടകാചാര്യന്മാർ, പേരെടുത്ത് പറയാവുന്ന ഒരു 12-15 പേര് നമുക്കുണ്ടായിരുന്നു. അവർക്കൊക്കെ സ്വന്തമായിട്ട് നാടക സംഘങ്ങൾ ഉണ്ടായിരുന്നവരുണ്ട്. അവർ രചന നിർവഹിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിരുന്ന അവർ തന്നെയാണ്. അപ്പൊ അവര് ചെയ്തു വെച്ച ഒരു നാടകവേദിയാണ് ഈ പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്നത്. ഈ നമ്മൾ പറഞ്ഞ വളരെ ജീവിതഗന്ധിയായ കഥകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ വന്നിട്ട് നാടക രചനയുടെ രീതി മാറി. ഈ കാലത്ത് വന്നപ്പോ എന്താണ് നോട്ടീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വ്യത്യാസം? രീതി മാറി എന്ന് പറയാം. അതെ, അത് രചനയുടെ രീതി മാറി എന്ന് പറയാൻ കാര്യം, ആദ്യകാല തോപ്പിൽ പാസിയുടെ, അന്നംപിള്ളയുടെ, KT മുഹമ്മദിന്റെ ഒക്കെ നാടകങ്ങൾക്ക് സംഭാഷണ പ്രാധാന്യമായിരുന്നു. സംഭാഷണങ്ങളിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് നാടകം എത്തിച്ചിരുന്നത്. വേറെ വലിയ ഗിമിക്കുകളൊന്നും പുറകെ കാണിക്കാതെ, അതല്ലെങ്കിൽ വലിയ ആർഭാടങ്ങളൊന്നും കാണിക്കാതെ, ശരിയായ കുടുംബ പശ്ചാത്തലത്തിലും അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ചില അനീതികളോ അനാചാരങ്ങളോ അവർക്ക് ആക്കണമെന്ന് തോന്നുകയും ജനങ്ങളോട് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് അവർ നാടകം എഴുതുന്നവർ. അപ്പോൾ ആ നാടകം എഴുതി അവർ അതുപോലെ തന്നെ അത് പ്രസന്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇത് മാറിയിട്ട് ഇപ്പോൾ വിഷ്വൽസിന് പ്രാധാന്യമായി എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് പറഞ്ഞാൽ സിനിമാറ്റിക്കായി. ഓക്കെ. ഒരു സ്ക്രിപ്റ്റ് പോലും പണ്ട് ഒരു രംഗ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ 2 രംഗ പശ്ചാത്തലത്തിലോ 2.5 മണിക്കൂറുള്ള ദൈർഘ്യമുള്ള ഒരു നാടകം കളിച്ച് തീരുമായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് 20-25 വ്യത്യസ്ത രംഗ പശ്ചാത്തലങ്ങൾ ഈ നാടകത്തിലേക്ക് കടന്നു വരിക. അപ്പം ആ സിനിമയുടെ ഫ്രെയിമുകൾ മാറുന്നത് പോലെ തന്നെ ഈ സ്ക്രിപ്റ്റിങ് അങ്ങനെയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ദൈർഘ്യമൊക്കെ ഒരു സീൻ ഇപ്പോഴത്തെ നാടകാവരണത്തിൽ നമുക്ക് കാണാൻ പാടാം. അതിങ്ങനെ വന്ന് മിന്നി മറിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ രംഗപടം എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ പിന്നിലുള്ള ആ കലയ്ക്ക് ഒരു അമിത പ്രാധാന്യമായി. അതിന്റെ ഒരു അമിത പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ചെയ്യുന്ന ഒരാളായ ഞാനായി പറയുന്നത്. അപ്പൊ ഈ അമിത പ്രാധാന്യം എന്ന് പറയുമ്പോൾ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഈ കാഴ്ചകളാണ് എത്തുന്നത്. ഈ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകൻ എത്തുന്നത്. മറ്റത് കേൾവിയിൽ കൂടി ആയിരുന്നു ഇവർ കൂടുക. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത്, നിങ്ങളൊക്കെ ഈ നാടകം കണ്ടു എന്ന് പറയുന്ന കാലത്ത് പോലും, ഒരു 3000 പേരൊക്കെ ഇരിക്കുന്ന ഒരു ഓപ്പൺ എയർ സ്പേസിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ആളൊന്നും കണ്ടിട്ടല്ല, പക്ഷെ അയാളുടെ ചെവിയിൽ ചെല്ലുന്ന ഈ ഡയലോഗുകളും അതിൽ നിന്ന് അവർ ആ ആക്ഷൻസ് ഒക്കെ മനസ്സിൽ ഭാവിച്ചെടുക്കുക. ഒരു 10 50 ഒരു 30 റോയ്ക്ക് അപ്പുറത്തോട്ട് എക്സ്പ്രഷൻസ് ഒന്നും കിട്ടുകയില്ല നമ്മുടെ ഒരു അഭിനയിക്കുന്ന ഈ പ്രേക്ഷകന് കിട്ടുകയില്ല. പക്ഷെ അവരുടെ ചെവിയിലേക്ക് ചെല്ലുന്ന ഈ സംഭാഷണങ്ങളുണ്ടല്ലോ, കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങൾ, ആ സംഭാഷണത്തിലെ ആ നാടകത്തിന്റെ രചനയുടെ ഒരു ശക്തി കൊണ്ട് അത് വല്ലാതെ ആസ്വദിക്കും. അത് മാറിയിട്ടാണ് ഇപ്പോ അതിന്റെ ഒരു സംഭാഷണത്തിൽ കൂടെ, സംഭാഷണ അകമ്പടിയായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം മാറി മാറി വരുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ. അതേ കാലത്തിന്റെ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആസ്വാദ്യത കൂടുകയല്ലേ? ആ ആസ്വാദ്യത കൂടുന്നു എന്നുള്ള ഒരു ധാരണയിലും ആ സങ്കല്പത്തിലുമാണ് ഇവർ ഇങ്ങനെ ഒരു രീതി ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നാടകത്തിൽ. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു നാടകവും പണ്ട് ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന, പണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ ഏതെങ്കിലും നാടകം കയറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷങ്ങളായിട്ട്, എനിക്ക് വളരെ അനുഭവമുണ്ട്. ഞാൻ ഈ വിദേശത്തും ഗൾഫിലും ഒക്കെ പോകുമ്പോൾ അവിടെയുള്ള മലയാളികളായ അവര് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട നാടകങ്ങളുടെ പേരും നാടകത്തിലെ ഡയലോഗും ഒക്കെ അവര് പറയും നമ്മളോട്. ഇന്ന് കണ്ട നാടകം നാളെ നമ്മുടെ മനസ്സിലില്ല, അത് കണ്ട് നമ്മൾ പോയി. അപ്പൊ അത്തരം ഹൃദയസ്പർശിയായ നാടകങ്ങള് ഒരു പ്രേക്ഷകനെ മനസ്സിൽ പതിയാൻ ഈ കെട്ടുകാഴ്ചകൾക്ക് വലിയ പ്രസക്തിയില്ല, ആവശ്യമില്ല. പക്ഷെ ഈ മാറിയ കാലത്ത്, വിഷ്വൽസിന് ഏറ്റവും പ്രാധാന്യമുള്ള ഈ കാലത്ത്,
പുതിയ പ്രേക്ഷകരെ ആകർഷിക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ നാടകത്തിന്റെ ശില്പികൾ ഈ ഒരു രീതിയിലേക്ക് പോയത്. ഇപ്പൊ ഇറങ്ങുന്ന കേരളത്തിൽ ഇറങ്ങുന്ന ഒരു 75% നാടകങ്ങളും ഇത്തരം രംഗാവതരണങ്ങളാണ്. അപ്പം അത് ഒരു പണ്ടത്തെ നാടകത്തിന്റെ അത്രയും മൂല്യവത്താണോ ഇപ്പോഴത്തെ നാടകം എന്ന് നമ്മൾ ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴുള്ള നാടകങ്ങൾക്ക് ഇപ്പോഴും അതുപോലെ തന്നെ വരയ്ക്കാനുള്ള വർക്കുകൾ ഇതുപോലെ വരുന്നുണ്ടോ? ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ കോവിഡിന് ശേഷം ഇങ്ങോട്ട് തീർത്തും ഇത് അങ്ങ് ഒഴിവാക്കി വരിക. പിന്നെ എത്ര ഒഴിവാക്കിയാലും നമുക്ക് ഒരു പെട്ടെന്ന് ഇതിൽ നിന്ന് മാറാൻ ഒക്കില്ല. കാരണം കുറെ ബന്ധങ്ങള് ഞാൻ തന്നെ ചെയ്യണമെന്ന് എന്നോടുള്ള വ്യക്തിപരമായ ഇഷ്ടമുള്ള കുറച്ച് പേര് ഈ രംഗത്തുള്ളതുകൊണ്ട് അവരുടെയൊക്കെ നാടകങ്ങൾ ഇപ്പോഴും ചെയ്യും. ഒരു 10-12 ഒരു വർഷം ചെയ്യും. പ്രത്യേകിച്ച് KPSC ഒക്കെ പോലെയുള്ള പഴയ നാടക സംഘങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒരു വലിയ എന്റെ ജീവിതം. ഇപ്പൊ കലാനിലയത്തിന്റെ ഒക്കെ നാടകങ്ങൾ ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് ഒരുപാട്. ഇപ്പൊ നമ്മുടെ കുന്നംകുളത്തൊക്കെ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇപ്പൊ അത് വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട്. അവരേറ്റവും കൊടുങ്ങല്ലൂര് സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ എല്ലാം പുതിയ ടെക്നോളജിയാണ്. കാണുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വിധത്തിലുള്ള നാടക അവതരണം. നാടകം മാറ്റം വരണം. കാരണം വെച്ചാൽ കാലത്തിനനുസരിച്ച് നമ്മളിതെല്ലാം പറയുമ്പോഴും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ കലയിൽ വന്നുകൊണ്ടിരിക്കണം. എപ്പോഴും കലാകാരൻ കാലത്തിന് മുന്നേ സഞ്ചരിക്കേണ്ടവരാണ്. അപ്പൊ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, അന്ന് നമ്മൾ വരച്ച ആ ഒരു ടെക്നോളജിയും അതിനെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ഏതെങ്കിലും ഒരു ടെക്നോളജി രംഗപടം തയ്യാറാക്കാൻ വന്നിട്ടുണ്ടോ? രംഗവേദിയുടെ ഒരു പരിമിതി വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോ ഈ അന്ന് ഞങ്ങള് അല്ലെങ്കിൽ ഇന്നും വരയ്ക്കത്തിൽ പറ്റുന്ന സീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് പലതും. പക്ഷെ LED സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് നാടകങ്ങൾക്ക്. ഈ ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത് അതിനൊക്കെ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്റെ ഒരു നിരീക്ഷണത്തിലും കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിലും അന്ന് ഇതിനു മുമ്പ് നമ്മൾ വരച്ചിടപ്പെട്ട കളറും ഈ ക്യാൻവാസിൽ കളറും ബ്രഷും ഉപയോഗിച്ച് നമ്മൾ ചെയ്തു വെച്ചിരുന്ന ഇപ്പൊ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഒരു സീൻ, ഒരു ലാൻഡ്സ്കേപ്പ് ആണെന്നായിരിക്കും, ഒരു വയലും ഇതെല്ലാം അതിന്റെ അപ്പുറയുള്ള ആകാശം എല്ലാം കൂടെ ഉള്ള ഒരു സീൻ നമ്മൾ വരച്ചു വെക്കുന്നു. അതേ പശ്ചാത്തലം തന്നെ നല്ല ഒറിജിനൽ സ്പേസിൽ പോയി ഷൂട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഈ പ്രിന്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഇത് രണ്ടും രംഗവേദിയിൽ വന്ന് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വരച്ച സാധനത്തിന്റെ ഒരു ജൈവികത മറ്റേതിന് കിട്ടില്ല. മറ്റൊരു ഫോട്ടോയുടെ ഒരു ഫോട്ടോ പോലെ എഫക്റ്റ് ആണ്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ സാറിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ആ വരകൾ കണ്ടിട്ടുണ്ട്. അവിടെ സ്ക്രീനിൽ അതിലൊരു ജീവൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം അതിന്റെ പല പെയിന്റിങ്ങിന്റെ കളറിങ്ങും അതുപോലെ തന്നെ അതിൽ മിക്സിങ് ലൈറ്റ് ചെയ്യുമ്പോൾ, കാരണം വെച്ചാല് നമ്മൾ വരച്ചിടപ്പെടുന്ന ആ ക്യാൻവാസിലേക്ക് അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ ലൈറ്റ് അല്ല, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ വാം കളർ ലൈറ്റ് ഈ സീൻസ് അബ്സോർബ് ചെയ്തേയുള്ളൂ, റിഫ്ലക്ട് ചെയ്യില്ല. ഇപ്പോ ഉള്ള ഈ ഫ്ലെക്സ് ഒക്കെ എന്ന് പറയുന്നത് റിഫ്ലക്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്വാഭാവികത ഫീൽ ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രംഗപടം സുജാതൻ എന്ന് പറയുന്നത് ഒരു നാടകത്തിന്റെ ക്രെഡിബിലിറ്റി വരെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഘടകമായിട്ടാണ് ഇന്നും ജനങ്ങൾ കാണുന്നത്. ഇപ്പോ വേറെ പലരും വരച്ചിരിക്കുന്ന പടങ്ങൾ പോലും നാടകത്തിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് രംഗപടം സുജാതൻ എന്ന് പറയുന്നതായിട്ട് കാണാറുണ്ട്. അതിനെതിരെ സാർ പ്രതികരിക്കുകയും അതേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരം ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്താ പറയാ, ഏതേലും അത്രയും പോപ്പുലർ ആകാത്ത കലാകാരനെ കൊണ്ട് ഇത് ചെയ്യിക്കുകയും എന്നിട്ട് പിന്നെ ഈ പറഞ്ഞാല് ഒരുപക്ഷെ അവര് ഈ ടൈറ്റിൽ വാല്യൂ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് എന്റെ പേര് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ആരോടും അതിനോട് ഒരു ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്ന ഒരു വലിയ പാതകമുണ്ട്. അതിന്റെ പിന്നിലെ ആ കലാകാരനെ വാഷ് ചെയ്ത് കളയുക, അയാളുടെ ഒരു അവസരമാണ് പേരിന്റെ അറിയപ്പെടണ്ടേ. അതൊരു വലിയ ദ്രോഹം അവർ ചെയ്യുന്നത്. അതിലുള്ള ആമോഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പേരിപ്പോ ദുരുപയോഗം ചെയ്താലും എനിക്കിപ്പം ആർട്ടിസ്റ്റ് സുജാതൻ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്കിപ്പോ ഒന്നും സംഭവിക്കാനില്ല അതില്ല. പക്ഷെ വേറൊരു കലാകാരനോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ്. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇത് സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യം. ഒരു തമാശ കൂടെ ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ അമ്പലപ്പുഴ ബസ്സിൽ കോട്ടയത്ത് വരിക. അമ്പലപ്പുഴ
അപ്പോൾ അമ്പലപ്പുഴ നിന്ന് KSRTC ബസ്, ഓർഡിനറി ബസ്. വൈകുന്നേരം സ്കൂൾ വിട്ട സമയമാണ്. അപ്പോൾ +2 പിള്ളേരും എല്ലാം കൂടെ ഒരു സ്റ്റേഷനിൽ നിന്ന് കയറി. ഞാൻ തിരുവല്ലയ്ക്കാണ് അയക്കുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ യാത്ര ചെയ്ത് അങ്ങ് വേഗം കൂടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോക്കിൽ കിടന്ന ഈ ഫോൺ റിങ് ചെയ്യാം. ഓക്കെ. റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ റിങ് ടോൺ ഈ സാധാരണ ബെല്ലില്ല, നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ റിങ് ടോൺ ആയിരുന്നു. അപ്പോൾ ഈ പിള്ളേർ എൻ്റെ ചുറ്റും ഞാനിങ്ങനെ ഞെരുങ്ങി നിൽക്കുക അവരുടെ ഇടയ്ക്ക്. അത് ഞെരുങ്ങി നിന്ന് ഈ ബെല്ലൊക്കെ ഈ ബെല്ല് ഇച്ചിരി ലോങ് ബെല്ല എൻ്റെ ഫോണിനന്ന് കിടന്നു. അത് ബോധപൂർവ്വം നാടകത്തിന്റെ ആ ഒരു ബെല്ല് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ടിരുന്നു. അപ്പൊ ഈ ബെല്ല് അടിച്ച് അങ്ങോട്ട് തുടങ്ങിയ ഉടനെ ഈ ഇവന്മാര് തമാശം പറഞ്ഞു നിന്ന ഈ വിദ്വാന്മാര് ഇല്ല ആരോ ഒരാള് അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും, രംഗപടം സുജാത എന്ന അനൗൺസ്മെന്റിന്റെ ഒരു കോപ്പി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു അവാർഡ് പോലെ. പിള്ളേര് അതാണ് നാടകം ആസ്വദിക്കുന്നതല്ല. പക്ഷെ അപ്പൊ അവര് പോലും എപ്പോഴോ അവരുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു പോയ ഒരു മനുഷ്യ ജീവിതത്തിൽ അതുപോലെ. തീർച്ചയായിട്ടും അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് എന്താ വേണ്ടത്? ഇന്നത്തെ യുവ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പോലും ആ വേർഡ് ഉപയോഗിക്കാന്ന് പറഞ്ഞു കാര്യമാണ്. 57 വർഷമായി ഞാൻ ഈ പേടി നിൽക്കാൻ തുടങ്ങി. 57 വർഷം. അപ്പൊ അത് ഒരു വലിയൊരു. സാറിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലേ? ഫാമിലി 2 ആൺകുട്ടികളാണ്. ഭാര്യ ഹൗസ് വൈഫാണ്. മക്കൾ വിവാഹിതരാണ്. അവർക്ക് 3 പേരെ കുട്ടികളുണ്ട്. വീട് കോട്ടയത്ത് കോട്ടയത്ത് വേളൂർ എന്ന് പറയും. വേളൂർ. അപ്പൊ ഇനിയും ഒരുപാട് നാടകങ്ങൾ, ചിത്രങ്ങൾ വരയ്ക്കുവാനും അതുപോലെ തന്നെ രംഗപടം ഒരുക്കുവാനും ഞങ്ങൾക്ക് രംഗപടം സുജാതൻ എന്ന് പറയുന്ന ആ ധ്വനി കേൾക്കുവാനും സാധിക്കട്ടെ എന്നും ഇനിയും ഒരുപാട് നാൾ ഇതുപോലെ തന്നെ കലയിൽ ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.